നമ്മളെല്ലാം ഓർക്കണം നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. 62 സീറ്റുണ്ടായിരുന്ന പാർലമെന്റിൽ ഇടതുപക്ഷം 4-6 സീറ്റ്, 2 സീറ്റ് CPI, 4 സീറ്റ് CPIM, 5 സീറ്റ് കേരളത്തിന് വെളി. ഇതെല്ലാം പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടാണ് ആരാണെന്ന് ഉയർത്തിക്കൊണ്ടുവരിക. ആര് ഉയർത്തിക്കൊണ്ടുവരിക എനിക്കറിയില്ല. 5 ലക്ഷത്തിൽ ചെല്ലുവാനും കോടി, 5,0.07 കോടിയാണല്ലോ ഇവിടുത്തെ ബാധ്യത. സാർ അതിൽ അതെ 1,70,000 കോടി രൂപയും അഴിമതിയായി മാറ്റിയതാണ് സാർ. 33% അഴിമതിയായി മാറ്റിയതാണ് സാർ. മിനിമം ചിലതിൽ 50 ചിലതിൽ 20. അപ്പോൾ 1,30,700 കോടി രൂപയോളം ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതുണ്ടാവരുത് സാർ. ഉണ്ടാവരുത് സാർ. സൈലാസ് മാനർ എന്നൊരു പുസ്തകമുണ്ട്, നമ്മൾ പലരും പഠിച്ചിട്ടുണ്ട്. പണമുണ്ട്, ഈ പണം വേണ്ടി ചെലവഴിക്കാതെ ആർക്കും കൊടുക്കാതെ. അയാൾ രാത്രിയാകുമ്പോൾ വീടിന് അടിയിൽ ഒരു വലിയ ഗുഹയിൽ പോയിരുന്ന എന്നെ നോക്കുക, രാത്രി ഉറങ്ങത്തല്ല പുള്ളി സാർ. അതുപോലെ അല്ലാതെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം 6,000 കോടി രൂപയുണ്ട്, 6,000 കോടി രൂപയുണ്ട്, 6,000 കോടി രൂപയുണ്ട്. സാർ ഈ 6,000 കോടി രൂപ ഉണ്ടെന്നും അറിയത്തില്ല. ഇടയ്ക്ക് ഒരു നോട്ടും ചില പൊക്കെ കാണിക്കും. അത് 6,000 ഉണ്ടെന്ന് ആര് പറഞ്ഞു? പണ്ട് ചെറുകഥയിൽ ഒരു നാട്ടിൽ ചോദിച്ചിരിക്കുകയല്ലേ, ലീവായിട്ട് ചോദിച്ചിരിക്കുകയല്ലേ, അല്ലെന്ന് ചോദിക്കാണ്. ജി സുധാകരൻ കോൺഗ്രസിന്റെ ചെളിക്കുണ്ടി വീടെന്ന് പറഞ്ഞ മഹാന്മാരെ, നിങ്ങളെ എവിടെയാ വീടിരിക്കുന്നത്? തമിഴ്നാട്ടിൽ. അത് ചെളിക്കുണ്ടല്ല, അവിടെ അത് ആവശ്യമായിരുന്നു. രാജസ്ഥാനിൽ ഒരു പാർലമെന്റ് സീറ്റ് കിട്ടിയത് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടല്ലേ. CPMന്റെ സ്വന്തം പിന്തുണയിൽ ഒരേ ഒരു സീറ്റല്ലേ കിട്ടിയത്. ഇതൊക്കെ ഓർക്കണം, നമ്മളെല്ലാം ഓർക്കണം നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. 62 സീറ്റുണ്ടായിരുന്ന പാർലമെന്റിൽ ഇടതുപക്ഷം 4-6 സീറ്റ്, 2 സീറ്റ് CPI, 4 സീറ്റ് CPIM, 5 സീറ്റ് കേരളത്തിന് വെളി. ഇതെല്ലാം പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടാണ് ആരാണെന്ന് ഉയർത്തിക്കൊണ്ടുവരിക. ആര് ഉയർത്തിക്കൊണ്ടുവരിക എനിക്കറിയില്ല. ഉയർത്തിക്കൊണ്ടുവരുന്ന ലക്ഷണം കാണിക്കേണ്ട ഇങ്ങനെയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കത്തേയില്ല. പക്ഷെ പ്രസ്ഥാനത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി ചന്ദനബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അയാളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണ് സാർ. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിയണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. സാർ, ഞാൻ ആരുടെയും ചെരുപ്പിന്റെ വാറടിക്കാൻ യോഗ്യത ക്വാളിഫൈഡ് ലിസ്റ്റ് ഞാനില്ല സാർ. എന്നെ അഭിമാനിക്കുന്നു അതിനകത്ത്. തമ്പുരാക്കന്മാരുടെ ചെരുപ്പിന്റെ വാറാണ് പണ്ട് ഭൃത്യന്മാർ അഴിച്ചിരുന്നത്. നമ്മുടെ ആരുടെയും ചെരുപ്പിന്റെ വാറ നമ്മളല്ലാതെ ആരും അഴിക്കും. ഇതൊക്കെയാണ് സാർ ഭാഷ, ഫ്യൂഡൽ ഭാഷ, സമ്പന്നന്മാരുടെ ഭാഷ. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയല്ല. ചെറ്റക്കുടിലും ചെറ്റപ്പുരകളിലും താമസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ടർമാർ ഭൂരിപക്ഷവും. അവിടെയാണ് P. കൃഷ്ണപിള്ള EMS ഒക്കെ ഓടിച്ചിരുന്നത്. അവരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. അതൊക്കെ ഇന്ന് ചരിത്ര കഥകൾ മാത്രമാണ്. ഇന്നത് പ്രാവർത്തികമല്ല, നേരെ വിപരീതമായതുകൊണ്ടാണ് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നത്. അല്ല, എന്നെ ആരും പുറത്താക്കിയതോ ഞാൻ രാജിവെച്ചതോ ഒന്നുമല്ല. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു.